മുഖമായി തന്നെ തുടരാനാണോ ആഗ്രഹമെന്ന് ചോദ്യം. രാഷ്ട്രീയക്കാരനായി തുടരാനാണ് താല്പര്യമെന്ന് എം പി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിർബന്ധിത ഗർഭഛിദ്ര പരാതിയിൽ പ്രതികരിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ. ആരോപണങ്ങൾ ഉയരുമ്പോൾ ചിലർ രാജിവെക്കും, ചിലർ തുടരുമെന്ന് ശശി തരൂർ പറഞ്ഞു. അത് അവരുടെ മനസ്സാക്ഷിയുടെ വിഷയമാണ്. കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ മുഖമായി തന്നെ തുടരാനാണോ ആഗ്രഹമെന്ന ചോദ്യത്തിന് രാഷ്ട്രീയക്കാരനായി തുടരാനാണ് താല്പര്യമെന്നായിരുന്നു തരൂരിന്റെ മറുപടി. കുടുംബാധിപത്യത്തിനെ കുറിച്ചും തരൂർ പരാമർശിച്ചു. ഏതെങ്കിലും കുടുംബത്തെക്കുറിച്ചല്ല താൻ പറഞ്ഞതെന്നും കുടുംബ ആധിപത്യത്തെ രാഹുൽ ഗാന്ധി തന്നെ വിമർശിച്ചിട്ടുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരനാകണമെന്ന പ്രവണത മാറണമെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്നും ശശി തരൂർ പറഞ്ഞു. രാജ്യവും കേരളവും നന്നായാൽ മതി എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹമെന്നും ആര് ജയിച്ചാലും എല്ലാവരുടെയും ജനപ്രതിനിധിയാണെന്നും ശശി തരൂർ പറഞ്ഞു. ശുചിത്വ ഭാരതം ഉൾപ്പെടെയുള്ള മോദിജിയുടെ ചില പരിപാടികളെ ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്. മന്ത്രിയായിരുന്നപ്പോൾ വകുപ്പിന് പുറത്തുള്ള പല വിഷയങ്ങളിലും പ്രതികരിക്കാൻ അധികാരമുണ്ടായിരുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു. മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനം കണ്ടിട്ടില്ല. BJPയുടെ വിവേചന രാഷ്ട്രീയത്തെക്കുറിച്ച് മോദിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയോട് തനിക്ക് വിയോജിപ്പുണ്ട്. മോദി സർക്കാരിനെ കുറിച്ച് എപ്പോഴും നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ. PM ശ്രീയിൽ കാവ്യവൽക്കരണം കാണുന്നില്ല. സിലബസിൽ പ്രശ്നമുണ്ടെങ്കിൽ സംസ്ഥാന സിലബസ് നടപ്പിലാക്കിയാൽ പോരെ, ശശി തരൂർ പറഞ്ഞു. നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുന്ന ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നടപടി വേണം. കേരള സർക്കാരിനേക്കാൾ കൂടുതൽ വികസനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി. UPA സർക്കാരിന്റെ പല പദ്ധതികളും മോദി സർക്കാർ പിന്തുടരുന്നുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു.